ഒരു വ്യക്തിക്ക് വേണ്ടുന്നതാണ് ആത്മബലവും മനോബലവും. ഇത് രണ്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ് തുലാമാസം. ജലത്തിലിറങ്ങി നിന്ന് തപസ് ചെയ്താൽ ആ തപസ്സിന് ബലം കൂടുതലാണ്. കർക്കിടക മാസമായതുകൊണ്ട് കഴിയുന്നിടത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ചിങ്ങം 1-ാം തീയതി മുതൽ പുതുവത്സരം ആരംഭിക്കുകയാണ്. കർഷക ദിനമാണെന്ന്. ഈ ചിങ്ങമാസം 1-ന് എന്ത് സംഭവിച്ചാലും ഒരു വർഷത്തെ ബലാണെന്നാണ് പറയുക. നമസ്കാരം. കർക്കിടക മാസം ഇന്ന് 21-ാം തീയതിയാണ്. 1201-ാം ആണ്ട് കർക്കിടക മാസം 21-ാം തീയതിയാണ് ഇന്ന്. കർക്കിടക മാസം പോവാ. ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞാൽ കർക്കിടകം മാറി നമുക്ക് ചിങ്ങം വരാൻ പോവുകയാണ്. കർക്കിടകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയൊരു വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് കാരണഭൂതവരായവർ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളും അതിൻ്റെ പിതാമഹന്മാരെയും എല്ലാം നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവെന്ന് പറയുന്നത്. ദക്ഷിണായനം കർക്കിടക മാസം 1 തുടങ്ങി ധനു അവസാനത്തെ ദിവസം വരെ, ധനു 30 വരെയാണ് ദക്ഷിണായനം എന്നറിയപ്പെടുന്നത്. മകരം 1 തുടങ്ങി കർക്കിടകം 1 വരെ, മിഥുനം അവസാന ദിവസം വരെയാണ് ഉത്തരായനം എന്നറിയപ്പെടുന്നത്. ഉത്തരായനം ദേവന്മാർക്കും ദക്ഷിണായനം പിതൃക്കൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നതായിട്ടാണ് പൂർവികർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ ദക്ഷിണായനത്തിലെ ആദ്യത്തെ വാവാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ, കർക്കിടക മാസത്തിൽ പിതൃക്കൾ എല്ലാവരും അവരവരുടെ അനന്തരാവകാശികൾ എന്താണ് അവർക്ക് നൽകുന്നത് എന്നറിയാനായിട്ട്, അവരെ അനുഗ്രഹിക്കാനായിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ കർക്കിടക മാസം 1-ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവോതി വെച്ചു, രാമായണം വായിക്കുന്നു, ദേവി മഹാത്മ്യം വായിക്കുന്നു. ഇങ്ങനെ വീട്ടിൽ വളരെയധികം ഐശ്വര്യദായകമായ ഒരു മാസമായിരുന്നു കർക്കിടക മാസം. തീരാറായി കർക്കിടകം. അപ്പോൾ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് എന്നുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കർക്കിടക മാസത്തിൽ സാധാരണയായിട്ട് മത്സ്യമാംസാദികൾ ഒരുവിധം ഹിന്ദു ഭവനങ്ങളിൽ വാങ്ങിക്കാറില്ല. അഥവാ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് തലേന്നും പിറ്റേന്നും അന്ന് വാങ്ങിക്കാൻ പാടില്ല. കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് നമ്മൾ എല്ലാവരും ഒരുക്കിയിടുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഒരിക്കലെടുത്ത് വ്രതം എടുത്ത് ബലിയിടുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ പൂർവികരായിരിക്കുന്ന 7 തലമുറയ്ക്കുള്ള പൂർവികൾ നമ്മൾ ബലിയിടുമ്പോൾ തന്നെ പറയും, മാതാവിൻ്റെ 7 തലമുറയും പിതാവിൻ്റെ 7 തലമുറയ്ക്കുമുള്ള ആ പിതൃക്കൾക്ക് ആഹാരം കൊടുക്കുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അവർ വന്ന് അപ്പോൾ ചോദിക്കും, നിരീശ്വരവാദികൾ ചോദിക്കും, അവരെന്താ ആഹാരം കഴിക്കുന്നത്, അവർ വല്ലതും കഴിക്കുന്നുണ്ടോ? അപ്പം ഭഗവാന് പാൽപ്പായസം, ഗുരുവായൂരപ്പന് പാൽപ്പായസം നേരുന്നു, കൃഷ്ണന് പാൽപ്പായസം വയ്ക്കുന്നു, ഭഗവാൻ കഴിക്കുന്നുണ്ടോ? പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എനർജി ഫീലിംഗ് ആണ് അതൊക്കെ. ഇപ്പോൾ കർക്കിടക മാസത്തിലെ കറുത്ത വാവിന് നമ്മളെല്ലാ സ്ഥലങ്ങളിലും, അതായത് ആലുവ, മണപ്പുറം, തിരുവല്ലം, തിരുനെല്ലി മുതലായ മിക്ക ക്ഷേത്രങ്ങളിലും, ആവക്കുളം, ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും, ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ബലിതർപ്പണം ചെയ്യാൻ അനവധി ആളുകൾ വരുന്നു. മഴയോ വെള്ളമോ കണക്കാക്കാതെ വരുന്ന എന്തിനു വേണ്ടിയിട്ട്? അവർക്കതിൻ്റെ അനുഭവം ഉണ്ടായതുകൊണ്ട്. ബലി നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ പിതൃബലി ചെയ്തു കഴിഞ്ഞാൽ, പിതൃബലി കിട്ടാൽ നമ്മളുടെ എല്ലാ ദുരിതങ്ങളും മാറും. ഭഗവാൻ പ്രസാദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. പിതൃപ്രീതി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട എന്നാണ് പഴയ ആളുകൾ പറയാറ്. പിതൃപ്രീതി, ദൈവം ക്ഷമിക്കും, പിതൃ ക്ഷമിക്കില്ല. ദൈവത്തിന് ക്ഷമയുണ്ട്, ദൈവം നമ്മൾ കണ്ണടയ്ക്കും. കൃഷ്ണനാണെങ്കിൽ പോട്ടെ, സാറില്ല. മഹാദേവനാണെങ്കിൽ കോപിച്ചാലും പാർവതി പറയും വേണ്ട, ക്ഷമിക്കുമെന്ന് പറയും. പക്ഷെ പിതൃ ക്ഷമിക്കില്ല. അപ്പം പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ ആ മനുഷ്യൻ്റെ, ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവായി പോകും. അങ്ങനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. എല്ലാ മാസവും വാവ് ബലിയിടുന്നവരുണ്ട്. പ്രധാനപ്പെട്ട വാവുകളാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, മകരമാസത്തിലെ വാവ്, വൈശാഖ മാസത്തിലെ വാവ്, കുംഭമാസത്തിലെ വാവ്. ഇതൊക്കെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ടാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്, തുലാമാസത്തിലെ കറുത്ത വാവ്, കുംഭമാസത്തിലെ കറുത്ത വാവ്. ഇത് വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നതാണ്. കുംഭമാസത്തിലെ കറുത്ത വാവിനെ പറ്റി എല്ലാവർക്കും അറിയാം. ആ ദിവസങ്ങളിലാണ് ശിവരാത്രി മഹോത്സവം വരുന്നത്. അതുപോലെ തുലാമാസത്തിൽ കറുത്തവാകുന്നു. തുലാമാസത്തിൽ ആദിത്യന് നീചാവസ്ഥയാണ് തുലാമാസം. ആദിത്യന് നീചാവസ്ഥ വരികയും ചന്ദ്രനും ആദിത്യനും കൂടി വരുമ്പോൾ ചന്ദ്രൻ്റെ ബലം കുറയുകയും വരുമ്പോൾ അന്നാണ്
തുലാമാസത്തിലെ വാവ് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനും ബലമില്ല, ആദിത്യനും ബലമില്ല. ഒരു വ്യക്തിക്ക് വേണ്ടുന്നതാണ് ആത്മബലവും മനോബലവും. ഇത് രണ്ടും ഇല്ലാത്തൊരു അവസ്ഥയാണ് തുലാമാസം. അപ്പോൾ അവർ പിതൃപ്രീതിക്ക് വേണ്ടി ബലിയർപ്പണം ചെയ്യും. അപ്പോൾ കർക്കിടക മാസത്തിൽ കറുത്ത വാവ് ബലി എങ്ങനെ ഇടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. തലേ ദിവസം മുതൽ ഉരുക്കിലുണ്ണുക. തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. രാത്രി പഴങ്ങളോ ചപ്പാത്തിയോ വല്ലതും കഴിക്കാം. ഉള്ളി ഉഴുന്ന് ഒന്നും കഴിക്കുക, ഇഡ്ഡലി ഒന്നും കഴിക്കാൻ പാടില്ല. ഉള്ളി ഉഴുന്ന് പപ്പടം ഒന്നും കഴിക്കാൻ പാടില്ല. ഉലുവ പോലും വർജിക്കുന്നവരുണ്ട്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി, തലേ ദിവസം കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ബെഡ് കോഫിയൊന്നും പാടില്ല. പിറ്റേ ദിവസം കുളിച്ച് ശുദ്ധമായി നദീതീരങ്ങളിൽ ഈറനോടെയാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്. അതും ശുഭ്രവസ്ത്രങ്ങൾ എടുത്ത് ചെയ്താൽ വളരെ നല്ലത്. നമ്മൾ ആ ജലാംശം ശരീരത്തിൽ, അതൊരു കഥയുണ്ട്. ജലാംശം ശരീരത്തിലുള്ളപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും എന്നാണ് പറയണത്. പഴയ കാലങ്ങളിൽ വെള്ളത്തിലിറങ്ങി നിന്നാണ് ഈ രാവണാദികളെല്ലാം തപസ് ചെയ്തെന്നാണ് പറയണത്. ജലത്തിലിറങ്ങി നിന്ന് തപസ് ചെയ്താൽ ആ തപസ്സിന് ബലം കൂടുതലാണ് എന്ന മാതിരി നമുക്ക് വെള്ളത്തിലിറങ്ങി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നദീതീരങ്ങളിൽ കുളിച്ച് ശുദ്ധനോടെ ഈറനോടെ ബലിതർപ്പണം ചെയ്ത് പിതൃക്കളെ അനുഗ്രഹിപ്പിച്ച് ശിവക്ഷേത്രമോ ഏത് ക്ഷേത്രമോ അടുത്തുള്ളെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക്, പൂമാല ഇതൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. അന്നദാനം കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പം നമ്മൾ പറയില്ലേ, ബലിയിട്ട് കഴിഞ്ഞാൽ കാക്ക കൊത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാക്കയും ബലിയുമായിട്ട് ബന്ധം? കാക്കയാണ് പിതൃക്കളുടെ ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് കാക്കയെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നല്ല ബലിയിട്ട് കഴിയുമ്പോൾ ചിലരുടെ ഇല കാക്ക കൊത്താതിരിക്കുക. നമ്മൾ വലിയ മരിച്ചു പോയി വിചാരിക്കുക. മരിച്ചു പോയി കഴിയുമ്പോൾ ബലി അർപ്പണം ദുഷ്ടത്തരം ചെയ്ത്, അതായത് ഇവരെ നോക്കാതെ സംരക്ഷിക്കാതെയും ഇരിക്കുന്നവർ ബലിയിട്ട് കഴിഞ്ഞാൽ അവരുടെ അന്നം കാക്ക എടുക്കില്ല. അത് സത്യമുള്ളതാണ്. ബലിക്കാക്ക എന്ന് പറയുന്നത് നല്ല കറുപ്പ് കളറുള്ള കാക്കയാണ് ബലിക്കാക്ക. ഈ ബലിക്കാക്ക ഈ അന്നം തൊട്ടാൽ അത് തൃപ്തിയായി എന്നാണ് നമുക്ക് സങ്കല്പം. അപ്പം ഇങ്ങനെയുള്ള ഈ കറുത്ത വാവിന് ബലിയിട്ട ശേഷം അന്നത്തെ ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസമാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുള്ളത് കഴിക്കുകയുള്ളൂ. കർക്കിടക മാസമായതുകൊണ്ട് കഴിയുന്നിടത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ കർക്കിടക മാസത്തിൽ അങ്ങനെ സന്തോഷപരമായിട്ട് കറുത്തവാവ് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് സന്തോഷമായി പൗർണമി വന്നിരുന്നു. പൗർണമിക്ക് എന്താ പറയുക, ഗുരുപൂർണിമ എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുപൂർണിമയിൽ നമ്മൾ വേണ്ട ഗുരുക്കന്മാരെ വന്ദിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. കറുത്തവാവ് വന്ന് പിതൃക്കളെ വന്ദിച്ചു. രാമായണ മാസമാണ്, രാമായണം വായിച്ചു. ചിങ്ങമാസം 1-ാം തീയതി എല്ലാം വായിച്ച ശേഷം രാമനെ പട്ടാഭിഷേകം നടത്തുക. ആ പട്ടാഭിഷേകം എന്നൊരു ഭാഗം അന്ന് വായിച്ച് ഭഗവാന് അഭിഷേകങ്ങളും നിവേദ്യങ്ങളും, പാൽപ്പായസം നിവേദിക്കാം, അവിൽ മലർ ശർക്കര നിവേദിക്കാം, എന്തുവേണം നിവേദിക്കാം. ഈ പ്രസാദം എല്ലാവരും കഴിച്ച് ചിങ്ങമാസം 1-ാം തീയതി സന്തോഷപൂർണമായിട്ട് നമ്മൾ വരവേൽക്കുന്നു. അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ പണ്ട് പറയും മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ പഞ്ഞം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അങ്ങനത്തെ കാലഘട്ടങ്ങളാണ് പറയും. കൃഷിക്കാരെ സംബന്ധിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പം അതൊന്നുമില്ല. എങ്കിലും നമ്മൾ കർക്കിടകം കഴിഞ്ഞു, ദുർഘടം കഴിഞ്ഞു, പഞ്ഞമാസം ദുർഘടം കഴിഞ്ഞു. ഇനി നമുക്ക് ചിങ്ങമാസത്തെ വരവേൽക്കാം. ചിങ്ങം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ 1-ാമത്തെ മാസമാണ്. 1-ാം തീയതി ചിങ്ങം 1-ാം തീയതി മുതൽ പുതുവത്സരം ആരംഭിക്കുകയാണ്. കർഷക ദിനമാണെന്ന്. എല്ലാവരും സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് വളരെ ഐശ്വര്യത്തോടെ ഓഫീസുകളിലായാലും എവിടെയായാലും സെറ്റ് സാരിയും സെറ്റൊക്കെ കൊടുത്താണ്. സെറ്റാണ്, വെളുത്ത വസ്ത്രങ്ങളാണ് നമ്മൾ കാണുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അത് വളരെ മനോഹരമായ ഒരു ദിവസമാണ് ചിങ്ങമാസം 1. മഴ പെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ചിങ്ങമാസം 1 വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഈ ചിങ്ങമാസം 1-ന് എന്ത് സംഭവിച്ചാലും ഒരു വർഷത്തെ ബലാണെന്നാണ് പറയുക. ചിങ്ങമാസം 1-ന് ഇപ്പം നമുക്ക് കൈയിട്ടം കിട്ടുക, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും കൈയിട്ടം മേടിക്കാം. ഇഷ്ടപ്പെട്ടത് ജാതകം നക്ഷത്രം ചേരാത്തവരുടെ അടുത്തുനിന്നല്ല കൈയിട്ടം മേടിക്കാം. ആ കൈയിട്ടം കിട്ടുന്നത് കൈനീട്ടം എന്ന് പറയും. വിഷു 1-ാം തീയതി കൈനീട്ടം കിട്ടും. ചിങ്ങം 1-ാം തീയതി കൈനീട്ടം തരുന്നവരുണ്ട്. ഈ കൈനീട്ടം സൂക്ഷിച്ച് ഭദ്രമായിട്ട് വയ്ക്കുക. ഓണത്തിൻ്റെ കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഓണക്കോടിയാണ് നമുക്ക് എല്ലാവരും തരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിങ്ങമാസം ഇക്കൊല്ലം 1-ാം തീയതി വരുന്നത്. ചിങ്ങമാസം 1-ാം തീയതി ആഗസ്റ്റ് 17-നാണ്. ആഗസ്റ്റ് 17-ാം തീയതി എന്ന് പറയുമ്പോൾ അന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് സംക്രമം വരുന്നത്. രാവിലെ ഈ സംക്രമം വരുന്നത് ചിത്തിര നക്ഷത്രത്തിലാണ്. ചിത്തിര നക്ഷത്രം
മകീരം ചിത്ര അവിട്ടം നക്ഷത്രജാതരുടെ നാഥൻ അതായത് ചൊവ്വയാണ്. അപ്പോൾ കലഹങ്ങൾ രാജ്യത്തും കേരളത്തിലും ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പുള്ള കാര്യമാണ്. കാരണം ചൊവ്വയാണ് വരുന്നത്. ജൂലൈ തുടങ്ങി ശനിയും കൂടി അതിലേക്ക് വരും. അപ്പം ചൊവ്വയും ശനിയും കൂടി ഒന്നിച്ചു വന്നാൽ അഗ്നിമാരുതി യോഗം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും രാജ്യത്തിന് ലോകം മുഴുവൻ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കർക്കിടക മാസത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ, സ്ഥലം വാങ്ങിക്കുക, വീട് പണി ആരംഭിക്കുക, ഗ്രഹപ്രവേശം നടത്തുക, വിവാഹം നടത്തുക, ഈ വക വിവാഹ നിശ്ചയം നടത്തുക, ഈ വക ശുഭകാര്യങ്ങളൊന്നും കർക്കിടക മാസത്തിൽ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദക്ഷിണായനം തുടങ്ങി ദേവന്മാരുടെ കാലം മാറി പിതൃക്കളുടെ കാലങ്ങളായി. അതുകൊണ്ടാണ് കാരണം. അപ്പോൾ 6 മാസം വേണമെന്നൊന്നും വേണ്ട, ഈ ഒരു മാസം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കർക്കിടക മാസത്തിലെ ബുധനാഴ്ച പുതുവസ്ത്രമിട്ടാൽ ആ വർഷം മുഴുവൻ നമുക്ക് പുതുവസ്ത്രങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് വളരെ സത്യമായ കാര്യമാണ്. പിന്നെ കർക്കിടക മാസത്തിൽ മാക്സിമം അവനവൻ്റെ നക്ഷത്രം വരുമ്പോൾ ഗണപതി ഹോമം ഭഗവത് സേവ നടത്താൻ ശ്രദ്ധിക്കുക. ഗണപതി ഹോമം ഭഗവത് സേവയും കർക്കിടകത്തിൽ നടത്തിയാൽ ഈ 6 മാസത്തേക്കും നമുക്ക് നന്മകൾ ഉണ്ടാവും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അനുഭവം അതാണ്. പിന്നെ കർക്കിടക മാസത്തിൽ മുക്കൂറ്റി പുഷ്പാഞ്ജലി കഴിക്കാം ഗണപതിക്ക്. കറുകെ മുക്കൂറ്റി കൊണ്ട് കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. ഗണപതി ഭഗവാന് ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുക, ഗണപതി ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, ദേവീ ക്ഷേത്രങ്ങൾ ദർശനം നടത്താം. ഈ 5 വെള്ളിയാഴ്ച 4 വെള്ളിയാഴ്ചകളും ദേവീ ക്ഷേത്രങ്ങൾ ദർശനം നടത്തിക്കഴിഞ്ഞാൽ ദേവിക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക്, പൂമാല, പായസം ഇതൊക്കെ കഴിപ്പിച്ചാൽ നമുക്ക് 10 ഇരട്ടി ഐശ്വര്യമാണ്. പിന്നെ ശ്രീരാമ ഭഗവാന് പ്രാധാന്യമുള്ള 4 അമ്പല ദർശനം നടത്താൻ നല്ലതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും നടത്താൻ വിട്ടിട്ടുണ്ടെങ്കിലും മറന്നുപോയെങ്കിലും അതിന് ചാൻസ് കിട്ടിയില്ലെങ്കിലും ഇനി നമുക്ക് ചെയ്യാം. 4 അമ്പലങ്ങളും ഒരു ദിവസം തൊഴാം. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 ക്ഷേത്രങ്ങളും നമ്മൾ ദർശനം നടത്തി അവസാനം ശ്രീരാമസ്വാമിയുടെ അടുത്ത് തിരിച്ചു വരുന്നു. അതാണ് അതിൻ്റെ കഥ. ഇപ്പോൾ വടക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ തൃപ്രയാറ്, കൂടൽമാണിക്യം, മൂഴിക്കുളം, പായിമേൽ ഇവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ തിരിച്ചവിടെ വരാം. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, പാലായിൽ രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്, ലക്ഷ്മണൻ്റെ ക്ഷേത്രമുണ്ട്, ശത്രുഘ്നൻ്റെ ക്ഷേത്രമുണ്ട്, ഭരതൻ്റെ, ഇതൊക്കെ ഏകദേശം ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണ്. തിരിച്ച് നമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അവിടെ വീണ്ടും അവിടെ പ്രസാദമൊക്കെ മേടിച്ച് ഞാൻ കുടുംബാർച്ചന എന്നൊരു സംഭവമുണ്ട്. കുടുംബ പൂജ ചെയ്ത് ചീട്ടാക്കിയിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞ് ഈ 4 അമ്പലങ്ങളും 3 അമ്പലങ്ങളും തിരിച്ചു വരുമ്പോൾ ആ പ്രസാദം വാങ്ങിക്കുന്നു. അങ്ങനെ പ്രസാദം വാങ്ങിച്ചു വന്നു കഴിഞ്ഞ് അത് വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുന്നു. വളരെ നല്ലതാണ്. അതേപോലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ അമ്പമില്ലും വയ്ക്കുക, ഗത വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടക മാസം തീരുമ്പോഴേക്കും നമ്മൾ ആ വീടൊന്നും കൂടി പരിസരം വൃത്തിയാക്കും. അവസാനത്തെ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി ചുറ്റും ഭംഗിയാക്കി. കാരണം ചിങ്ങമാസം 1 വരവേൽക്കാൻ വേണ്ടിയാണ്. മഞ്ഞൾ ഉപ്പിട്ട് തുടയ്ക്കുക, വീടിനൊക്കെ മാറാമ്പലുകളൊക്കെ കളയുക. ഒരു മാറാമ്പല് പോലും ഒരു സ്ഥലത്തും ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെ ചെയ്ത് വീടിനെ ശുദ്ധീകരിച്ച് ചിങ്ങമാസം ഐശ്വര്യപരമായ ചിങ്ങമാസം വരവേൽക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുന്നു. അപ്പോൾ ചിങ്ങമാസത്തിലേക്ക് നമ്മൾ കർക്കിടക മാസത്തിലെ ഭാവം കഴിഞ്ഞു, കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചിങ്ങമാസം 1-ാം തീയതിയെ പറ്റി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.